നമ്മളെല്ലാവരും പരിശീലിക്കേണ്ട ഒരു സ്കില്ലാണ് എങ്ങനെ നോ പറയാം എന്ന്. മറ്റുള്ളവരെ വിഷമിപ്പിക്കണ്ട എന്ന് കരുതിയിട്ടോ അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് കരുതിയിട്ടോ ഒക്കെ ആകും നമുക്കൊട്ടും താല്പര്യമില്ലാത്ത കാര്യമാണെങ്കിലും എന്തിനും ഏതിനും നമുക്ക് യെസ് പറയാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകുന്നത്. പക്ഷെ ഇത് നമ്മുടെ മെന്റൽ ഹെൽത്തിനെ വളരെയധികം എഫക്ട് ചെയ്യുന്നുണ്ട്. കാരണം ഇവിടെ നമ്മുടെ ഇഷ്ടത്തെക്കാൾ ഉപരി നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നത് മറ്റൊരാളുടെ ഇഷ്ടത്തിനോ അല്ലെങ്കിൽ താല്പര്യത്തിനോ ആയിരിക്കും. ഇവിടെ നമുക്ക് ചെയ്യാവുന്ന ഫലപ്രദമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു സിറ്റുവേഷനിൽ എടുത്തു ചാടി യെസ് പറയാതെ നമ്മുടെ റെസ്പോൺസ് ഒന്ന് ഡിലേ ചെയ്യുക. ഇതേക്കുറിച്ച് നടത്തിയ ഒരു പഠനത്തിൽ വ്യക്തമായത്, ഒരു പ്രഷർ സിറ്റുവേഷനിൽ നമ്മൾ എടുത്തു ചാടി തീരുമാനം എടുക്കാതെ ഒരു 50 മുതൽ 100 മില്ലി സെക്കൻഡ്സ് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അവിടെ ഒരു ബെറ്റർ ഡിസിഷൻ എടുക്കാൻ നമുക്ക് സാധിക്കുമെന്നാണ്. അവർക്ക് മറുപടി കൊടുക്കും മുമ്പ് ഒന്ന് പോസ് ചെയ്യുക, ഒരു ഡീപ് ബ്രീത്ത് എടുക്കുക. യെസ് പറഞ്ഞാൽ പ്രശ്നമാകുന്ന ഒരു സിറ്റുവേഷൻ ആണ് അതെന്ന് നമുക്ക് മനസ്സിലാകുകയാണെങ്കിൽ കുറച്ച് ട്രിക്കി ആയിട്ടുള്ള റിപ്ലൈ കൊടുക്കാനായിട്ട് നമ്മൾ സ്വയം ഒന്ന് പരിശീലിക്കുക. അതായത്, എനിക്കിപ്പോ ഒരു മറുപടി നൽകാനാകില്ല, ഞാൻ ഒരാഴ്ചക്കകം മറുപടി തരാം. അല്ലെങ്കിൽ എന്റെ സ്കെഡ്യൂൾ ഒന്ന് ചെക്ക് ചെയ്യാനുണ്ട്, നാളെ എന്നെ ഒന്നുകൂടി ഇത് ഓർമ്മിപ്പിക്കാമോ? അതുമല്ലെങ്കിൽ ഇങ്ങനെയും പറയാം, ഞാൻ ഉടനെ ചെയ്തു തീർക്കേണ്ട കുറച്ച് കാര്യങ്ങളിൽ ഞാൻ ഓൾറെഡി കമ്മിറ്റഡ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് അർജന്റ് ആണെങ്കിൽ വേറെ ആരോടെങ്കിലും അത് ചെയ്തു തരാനായിട്ട് സഹായം ചോദിക്കാമോ? ഇത്തരത്തിലുള്ള മറുപടികൾ കൊടുക്കുന്നതിലൂടെ മറ്റുള്ളവരോട് നോ പറഞ്ഞല്ലോ എന്നൊരു കുറ്റബോധവും നിങ്ങൾക്കുണ്ടാകില്ല.